ഇതെന്താടി സാരിയെ കൊടുത്ത് എവിടെയെങ്കിലും പോകാന്ന് പറഞ്ഞായിരുന്ന? ഇല്ല, ഇനി മുതൽ വീട്ടിൽ സാരി ഉടുക്കാന്ന് വിചാരിച്ച്. കൊള്ളല്ലേ? കൊള്ളത്തില്ല. നിനക്ക് നൈറ്റ് അടി നല്ലത്. ഓ, ഞാൻ നൈറ്റ് ഇട്ടുകൊണ്ട് വീട്ടിൽ നിൽക്കണതാണ് ഭംഗിയല്ലേ? ആ അന്നാരാജൻ സാരി കൊടുത്ത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതിൻ്റെ താഴത്ത് നിങ്ങളുടെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. സാരി കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട്, ഇതൊക്കെ കാണുമ്പോഴാണ് വീട്ടിലിരിക്കണ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നല്ലേ? നമുക്ക് കിണറില്ലല്ലോ. അയ്യോടാ, അങ്ങനെ ഇപ്പൊ എന്നെ കിണറ്റിലിടണ്ട. ഇനി മുതൽ ഞാൻ സാരി ഉടുക്കുന്നുള്ളൂ. ഞാൻ പോയി മീൻ വെട്ടിട്ടോ. എന്നാലും അന്നാരാജന് ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടത് ഇവിടെ അങ്ങനെ അറിഞ്ഞു. ആ സുക്കറണനുണ്ടല്ലോ, വെറും ഊളയാണ്. നോട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നു. വെണ്ണില ചന്ദന കിണ്ണം കുഞ്ഞമ്മയുടെ കായലിൽ വീണേ. കുഞ്ഞമ്മയുടെ അല്ല, അവിടെ അനിയത്തി ഒരു പൊന്നമ്മയുണ്ട്, അവരുടെ കിണറ്റിൽ വീണേ. കായലിൽ വീണു. കുഞ്ഞമ്മയുടെ കായൽ എന്റെ കുഞ്ഞമ്മയുടെ വീടിന്റെ തൊട്ടപ്പുറത്താ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുഞ്ഞമ്മയുടെ കായലിൽ വീണെന്ന്. ഞാൻ അങ്ങനെ പാടും, വേണമെങ്കിൽ മതി. ആഹാ, 1500 രൂപ എന്നിട്ട് ഭരിക്കാൻ വരുതോ? ചന്ദന കിണ്ണം കുഞ്ഞമ്മയുടെ കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ താമര പെണ്ണേ, നീ പൂങ്കരളല്ലേ കൂടെ കുളിക്കാൻ വാ, താളം തുള്ളാൻ വാ. കുളിച്ചില്ലേ? വാ, താളന്നുള്ളാം വാ. എന്നാടി പറഞ്ഞത്? ഇങ്ങനെ പാടാനാണോ? ചെയിൻ സോങ് പാടാനാണോ പറഞ്ഞത്? ഇവിടെ ഒരു നമ്മൾ ചാരിറ്റി പ്രവർത്തനം കൊണ്ട് വരുമ്പോഴത്തേക്ക് ആശാനെ, അതാ എന്റെ ഒരു കുഴപ്പം. ഒന്ന് തൊടും പിന്നെ അങ്ങ് പോവൂ ആശാനെ. ഞാൻ